എല്ലാവർക്കും നമസ്കാരം. AC സിംഗിൾ ഫേസ് മോട്ടോറുകളുടെ മെയിൻ്റനൻസ്, സർവീസ്, റിപ്പയർ എന്നിവ എങ്ങനെ നടത്താം എന്ന് ഈ വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പൊതുവായ മെയിൻ്റനൻസ്, സർവീസ് പ്രക്രിയകൾ പിന്തുടരുക. പരിശോധിക്കുകയും അഴിച്ചുമാറ്റുകയും കേടുപാടുകൾ കണ്ടുപിടിക്കുകയും അവ ശരിയാക്കുകയും ചെയ്യുക. മോട്ടോർ അസംബ്ലി ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുക. കേടുപാടുകളുടെ പൊതു കാരണങ്ങൾ കണ്ടെത്തുകയും അവ ട്രബിൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുക. ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റ്, മെഷീനറി എന്നിവ നമുക്ക് തയ്യാറാക്കാം. ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ്, സെറ്റ് ഓഫ് ഡബിൾ എൻഡഡ് സ്പാനർ, പുള്ളി പുള്ളർ 100 മില്ലിമീറ്റർ, പുള്ളി പുള്ളർ 150 മില്ലിമീറ്റർ, നൈലോൺ ഹാമർ, മൾട്ടിമീറ്റർ, ഇൻഡസ്ട്രിയൽ തെർമോമീറ്റർ മെട്രിക്, മെഗർ, വോൾട്ട് മീറ്റർ മൂവിംഗ് അയൺ ടൈപ്പ്, അമ്മീറ്റർ മൂവിംഗ് അയൺ ടൈപ്പ്, fraction horsepower AC single phase, ICDP switch, test lamp, PVC insulated copper cable. മെയിൻ്റനൻസും സർവീസും പെർഫോം ചെയ്യുക. മോട്ടോറിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വായിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുക. ബന്ധപ്പെട്ട ICDP മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഫ്യൂസുകൾ നീക്കം ചെയ്ത് അത് സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുക. ICDPയിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന സബ് സർക്യൂട്ട് ഫ്യൂസുകൾ നീക്കം ചെയ്യുക. മെയിൻ സ്വിച്ച് ഒരു ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. ICDP മെയിൻ സ്വിച്ചിന്റെ ഇൻകമിംഗ്, ഔട്ട്ഗോയിങ് ലീഡുകൾ ഡിസ്കളറിംഗ് പരിശോധിക്കുക. സാധാരണയായി ഡിസ്കളറിംഗ് സൂചിപ്പിക്കുന്നത് ലൂസ് ടെർമിനൽ കണക്ഷനെ ആണ്. കേബിൾ ടെർമിനൽ കണക്ഷൻ സ്ക്രൂകൾ പരിശോധിക്കുകയും അത് ഒരു സ്ക്രൂ ഡ്രൈവറിന്റെ സഹായത്തോടെ ടൈറ്റ് ചെയ്യുക. സ്റ്റാർട്ടർ കവർ തുറക്കുകയും അതിന്റെ ഭാഗങ്ങൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യുക. ലീഡുകളും ടെർമിനൽ സ്ക്രൂകളും പരിശോധിക്കുക. ലൂസ് ആണെന്ന് കണ്ടാൽ സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുക. ഓവർലോഡിംഗ് സെറ്റിംഗ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മോട്ടോറിന്റെ റേറ്റഡ് കറന്റിന് അനുസരിച്ച് അത് സെറ്റ് ചെയ്യുകയും ചെയ്യുക. സ്റ്റാർട്ടറിംഗിന്റെ കോൺടാക്ട് പോയിന്റുകൾ തുരുമ്പ് പിടിച്ചുവോ എന്ന് പരിശോധിക്കുക. കോൺടാക്ട് പോയിന്റുകൾ ചെറുതായെങ്കിലും തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അത് വൃത്തിയാക്കുക. ഒരുപാട് തുരുമ്പ് ഉണ്ടെങ്കിലോ കേടുപാടുകൾ ഉണ്ടെങ്കിലോ അവ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ബ്രഷ്, ഒരു തുണി കഷ്ണം, അതുപോലെ ഒരു ബ്ലോവർ ഉപയോഗിച്ച് സിംഗിൾ ഫേസ് മോട്ടോറിന്റെ ബാഹ്യ ഉപരിതലം വൃത്തിയാക്കുക. ടെർമിനൽ കവർ തുറക്കുക. ഇൻകമിംഗ്, സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ്, റണ്ണിംഗ് വൈൻഡിംഗ്, കപ്പാസിറ്റർസ്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നിവ നിരീക്ഷിക്കുക. ഷോർട്ടിംഗ് ലൂപ്പുകളും ഇൻകമിംഗ് കണക്ഷനുകളും തുറക്കുക. മെയിൻ വൈൻഡിംഗ്, സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നിവയിലെ കണ്ടിന്യൂയിറ്റി പരിശോധിക്കുക. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വൈൻഡിങ്ങുകളുടെ റെസിസ്റ്റൻസ് മൂല്യവും സെൻട്രൽ ഫ്യൂഗൽ സ്വിച്ചിന്റെ കോൺടാക്ട് റെസിസ്റ്റൻസ് വാല്യൂ അളക്കുകയും അത് പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു മൾട്ടിമീറ്ററിന്റെ സഹായത്തോടെ കപ്പാസിറ്ററിന്റെയും സെൻട്രിഫ്യൂഗൽ സ്വിച്ചിന്റെയും കണ്ടീഷൻ പരിശോധിക്കുകയും അതിന്റെ ഫലം പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു മെഗറിന്റെ സഹായത്തോടെ വൈൻഡിങ്ങുകളുടെ ഇൻസുലേഷൻ വാല്യൂ പരിശോധിക്കുകയും ഫലം പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. മോട്ടോർ ഡിസ്മാന്റിൽ ചെയ്യുക. ഒരു ബ്രഷും ബ്ലോവറും ഉപയോഗിച്ച് സ്റ്റേറ്ററും റോട്ടറും വൃത്തിയാക്കുക. ബാരിങ്ങുകളും ഗ്രീസ് കപ്പുകളും മണ്ണെണ്ണ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ബാരിംഗ് പരിശോധിക്കുകയും ചെയ്യുക. ബാരിംഗ് തേയ്മാനം സംഭവിച്ചതായി കണ്ടാൽ അത് മാറ്റി സമാനമായ രീതിയിൽ ഉള്ള മറ്റൊന്ന് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇന്റേണൽ കണക്ഷനുകളും ലീഡ് ഇൻസുലേഷനും പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ലീഡുകൾ റീ ഇൻസുലേറ്റ് ചെയ്യുക. റോട്ടർ ബാറുകൾ പരിശോധിക്കുക. ലൂസ് ബാർ കണ്ടെത്തിയാൽ അത് ബ്രേസ് ചെയ്യണം. റോട്ടറിന്റെയും സ്റ്റേറ്ററിന്റെയും ഉപരിതലത്തിൽ ഉരഞ്ഞ അടയാളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബാരിംഗ് തേയ്മാനം സംഭവിക്കുമോ, അസംബ്ലിയിൽ തെറ്റായ അലൈൻമെന്റോ ആണ് ഉരഞ്ഞ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത്. അവ ശരിയാക്കുക. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിന്റെ ടെൻഷൻ, അതുപോലെ കോൺട്രാക്റ്റുകൾക്ക് ഇടയിൽ കണക്ഷൻ ശരിയാണോ എന്ന് പരിശോധിക്കുക. സ്വിച്ച് കേടായ രൂപത്തിലാണെങ്കിൽ സമാനമായ രീതിയിൽ ഉള്ള മറ്റൊരു സ്വിച്ച് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സാൻഡ് പേപ്പറിന്റെ സഹായത്തോടെ കോൺടാക്ട് വൃത്തിയാക്കുക. നേരത്തെ അളന്ന ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടെത്തുക. അത് 1 മെഗാ ഓമിനേക്കാൾ കുറവാണെന്ന് കണ്ടാൽ വൈൻഡിംഗ് ഒരു ഓവനകത്ത് ഡ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് ഉപയോഗിച്ച് ഉണക്കുകയോ പിന്നീട് വാർണിഷ് ചെയ്യുകയോ ചെയ്യുക. മോട്ടോർ ഭാഗങ്ങൾ അസംബിൾ ചെയ്യുകയും ആദ്യം പരിശോധന നടത്തുകയും ഫലങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പരിശോധനാ ഫലം ധാരാളം വ്യത്യാസപ്പെടരുത്, എന്നാൽ അതിൽ പുരോഗതി പ്രതിഫലിക്കണം. നിങ്ങളുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഷോർട്ടിംഗ് ലൂപ്സും ഇൻകമിംഗ് ലീഡ്സും കണക്ട് ചെയ്യുക. ഫ്യൂസ് ഗ്രേപ്പിൽ ശരിയായ മൂല്യമുള്ള ഫ്യൂസുകൾ റീപ്ലേസ് ചെയ്യുകയും ICDP മെയിൻ്റനൻസിന്റെ ഹോൾഡറിലുള്ള കരിയറും റീപ്ലേസ് ചെയ്യുക. മോട്ടോർ സ്റ്റാർട്ടറിലേക്കും സ്വിച്ചിലേക്കും ഉള്ള എയർ കണക്ഷനുകൾ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ അവ ശരിയാക്കുക. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുകയും ഏതാണ്ട് 30 മിനിറ്റ് നേരം ടെസ്റ്റ് റൺ ചെയ്യുകയും ചെയ്യുക. മോട്ടോറിന്റെ ഫ്രെയിം താപനില പരിശോധിക്കുകയും താപനില മാനദണ്ഡങ്ങൾക്കനുസരിച്ച്
അനുസരിച്ച് പരിധിക്കുള്ളിലാണെന്നും ഉറപ്പുവരുത്തുക. ആവശ്യമില്ലാത്ത ഏതെങ്കിലും ശബ്ദമോ വൈബ്രേഷനോ ഉണ്ടോ എന്നും പരിശോധിക്കുക. മോട്ടോർ സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങളുടെ നിരീക്ഷണം മെയിന്റനൻസ് കാർഡിൽ രേഖപ്പെടുത്തുക. ആവശ്യമില്ലാത്ത ശബ്ദമോ വൈബ്രേഷനോ കണ്ടാൽ മോട്ടോർ നിർത്തുകയും end plate bolts and frame bolts ടൈറ്റ്നസ് വീണ്ടും പരിശോധിക്കുക. പവർ സപ്ലൈ ഫെയിൽ ആയാലുള്ള ട്രബിൾ ഷൂട്ടിംഗ്. സ്റ്റാർട്ടർ ഇൻകമിംഗ് ടെർമിനലുകളിലെ പവർ സപ്ലൈ പരിശോധിക്കുക. സ്റ്റാർട്ടറിന് കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ മെയിൻ സ്വിച്ചും ഫ്യൂസുകളും പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഫ്യൂസുകൾ റീപ്ലേസ് ചെയ്യുകയോ പവർ സപ്ലൈ റീസ്റ്റോർ ചെയ്യുക. ലോ വോൾട്ടേജ് ആണെങ്കിൽ മെയിൻസിലെ വോൾട്ടേജ് അളക്കുകയും നെയിം പ്ലേറ്റ് റേറ്റിംഗുമായി താരതമ്യം ചെയ്യുക. സാധാരണ സപ്ലൈ റീസ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ കേബിളുകൾ അണ്ടർ റേറ്റിംഗ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയോ ചെയ്യുക. തെറ്റായ കണക്ഷൻ ആണെങ്കിൽ മോട്ടോറിന്റെ ഒറിജിനൽ ചിത്രവുമായി കണക്ഷൻ താരതമ്യം ചെയ്യുക. എന്നിട്ടും മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ മോട്ടോറിന്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് റീകണക്ട് ചെയ്യുക. കേടായ ബെയറിംഗ് ഉണ്ടെങ്കിൽ മോട്ടോർ തുറന്ന് ബെയറിംഗിന്റെ പ്ലേ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യുക. സ്റ്റേറ്റർ വൈൻഡിംഗ് കേടായാൽ മെയിൻ സ്റ്റാർട്ട് വൈൻഡിംഗിന്റെ കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ റിവൈൻഡ് ചെയ്യുക. ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഒരു ഫ്രീക്വൻസി ഉപയോഗിച്ച് ലൈൻ ഫ്രീക്വൻസി അളക്കുക. ലൈൻ ഫ്രീക്വൻസി കുറവാണെങ്കിൽ സപ്ലൈ അതോറിറ്റികളെ വിവരമറിയിച്ച് അത് നേരെയാക്കുക. AC സിംഗിൾ ഫേസ് മോട്ടോറിന്റെ മെയിന്റനൻസ്, സർവീസ്, റിപ്പയർ എന്നിവ എങ്ങനെ ചെയ്യാം എന്ന് ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുവായ മെയിന്റനൻസ്, സർവീസ് പ്രക്രിയകൾ പിന്തുടരുക. പരിശോധിക്കുകയും അഴിച്ചുമാറ്റുകയും കേടുപാടുകൾ കണ്ടുപിടിക്കുകയും അവ ശരിയാക്കുകയും ചെയ്യുക. മോട്ടോർ അസംബ്ലി ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുക. കേടുപാടുകളുടെ പൊതു കാരണങ്ങൾ കണ്ടെത്തുകയും അവ ട്രബിൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുക. നന്ദി. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.